പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രഭാഷകൻ 11:17. കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴിയുന്നില്ല. ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സെഹിയോൻ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സേവർക്കാൻ വട്ടായിലച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ കേട്ട തിരുവചന ഭാഗം പ്രഭാഷകന്റെ പുസ്തകത്തിൽ 11-ാമത് അധ്യായത്തിൻ്റെ 17-ാം തിരുലിഖിതമാണ്. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴിയുന്നില്ല. ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. പ്രിയപ്പെട്ട ദൈവഭക്തരെ, നീ ഒരു കർത്താവിൻ്റെ ഭക്തനാണോ? നീ ദൈവത്തെ വിടാതെ പിന്തുടരുന്നവനാണോ? നീ ദൈവിക കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കുന്നവനാണോ? നീ ദൈവത്തെക്കുറിച്ച് ഓർമ്മയിൽ ജീവിക്കുന്ന ദൈവഭക്തനാണോ? നീ ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളിൽ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് ആദ്യം നിന്റെ ഹൃദയത്തിൽ വരുന്നത് എങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക: കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നിന്നെ വിടാതെ പിന്തുടരും. കർത്താവിൻ്റെ ദാനങ്ങൾ നിന്നെ ഒഴിഞ്ഞു പോവുകയില്ല. ശാശ്വതമായ നിലനിൽക്കുന്ന ഐശ്വര്യം കൊണ്ട് നീ സമൃദ്ധി അടയുമെന്ന് ദൈവത്തിൻ്റെ വചനം നിനക്ക് ഉറപ്പ് തരികയാണ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഞാൻ ഓർക്കണം, അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരിക്കൽ ഒരു ശുശ്രൂഷയിൽ ഒരു വ്യക്തി വന്ന് സാക്ഷ്യപ്പെടുത്തി. ആ സാക്ഷ്യം കേട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. സഹോദരങ്ങളെ, ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യാൻ തുടങ്ങും. ദൈവഭക്തയായ ഒരു അമ്മച്ചി എങ്ങനെയാണെന്ന് അത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് എൽസി ജോസഫ്. ഞാൻ ഈറോഡ് ചെന്നിമലയിൽ നിന്ന് ഒരു സ്ഥലത്തു നിന്ന് വരുന്നത്. ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. 2012 ഏപ്രിലിൽ എൻ്റെ മകൻ ഫുട്ബോൾ കളിച്ച് കാലിൽ ഇൻഫെക്ഷനായി. അത് മുഴുവൻ ഞങ്ങളോട് പറയാതിരുന്ന് അങ്ങ് അഴുകിപ്പോണ ഒരവസ്ഥയിലായി. അപ്പോൾ ഞങ്ങൾ ആദ്യം കോളേജിൽ നിന്ന് വന്ന് ഇങ്ങനെ ഫോൺ ചെയ്ത് പറഞ്ഞ് എൻ്റെ കാലൊക്കെ ഭയങ്കര വേദന, എനിക്ക് സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നിട്ട് ഇങ്ങോട്ട് പറയാൻ പറഞ്ഞ ഒരാളെ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ നിന്ന് ഞാനൊരു ലാബ് ടെക്നീഷ്യനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം. ഞാൻ എൻ്റെ ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഭയങ്കര ഇൻഫെക്ഷനായെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ എൻ്റെ മകനോട് ആദ്യം പറഞ്ഞത് നമുക്ക് സെഹിയോനിൽ പോയി രാത്രി പ്രാർത്ഥന കഴിഞ്ഞിട്ട് വന്ന് ഡോക്ടറെ കൊണ്ട് കാല് തൊടിച്ചാൽ മതി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല, ഈ കാലും വെച്ച് നിങ്ങൾ ഇത്രയും ദൂരം പോയി കഴിഞ്ഞാൽ കാല് വെട്ടേണ്ട വരും, ആദ്യം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി എന്നാൽ ശരിയെന്ന് പറഞ്ഞ് ആദ്യത്തെ ദിവസം എടുത്തപ്പോൾ കാലിങ്ങനെ ഉരുകി പോകും, ഒട്ടും മാംസമില്ല. അപ്പോൾ ഓരോ പ്രാവശ്യം ആദ്യത്തെ ദിവസം എടുത്തപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് പഴുപ്പ് വന്ന് ഉരുകിപ്പോൾ, രണ്ടാമത്തെ ദിവസം അതിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ പഴുപ്പ് വന്നിട്ട് എല്ല് മാത്രമേ ഉള്ളൂ. ആ വശത്തൊന്നും ഒരു തുള്ളി മാംസമില്ല, വെയിനോ ഒന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇതിവിടെ പറ്റില്ല, നിങ്ങൾ നേരെ കോയമ്പത്തൂർ KMCH കൊണ്ടുപോയിക്കും. കാല് ചിലപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ഇൻഫെക്ഷൻ, എല്ലിന് ഇൻഫെക്ഷനായി എടുക്കേണ്ട വരും. അപ്പം ഞാൻ ഡോക്ടർ പറഞ്ഞ ആ സമയത്ത് തന്നെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു എൻ്റെ KMCH സെഹിയോന, എൻ്റെ ഡോക്ടർ യേശു, ഞാനിവനെയും കൊണ്ട് രാത്രി പ്രേരണ അവിടെ സെഹിയോനിലെത്തും. അവിടെ വെച്ച് യേശു അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്തുമ്പോൾ എൻ്റെ മോൻ്റെ പഴുപ്പ് മാറും, കാല് സൗഖ്യമാകും. ഞാൻ പൂർണ്ണമായ ഹൃദയത്തിൽ വിശ്വസിച്ചു, ആരോടും പറഞ്ഞില്ല. ഞാൻ അവിടെ നിന്ന് നേരെ ഇറങ്ങി എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു എനിക്കിപ്പോൾ സെഹിയോനിൽ പോകണം, ഇവനെ ഈ കാലും കൊണ്ട്. ആസ്പത്രിയിൽ നിന്ന് നേരെ ഇവനെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ സെഹിയോനിലേക്ക് ഇവിടെ എത്തിച്ചു. ഇവനെ ഈ കാലും വെച്ച് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടി ബസ്സിൽ കയറി ഞങ്ങൾ വന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന പ്രാർത്ഥനാ സമയം അവിടെ ഇരുത്തി. രാത്രി പ്രാർത്ഥനയ്ക്കാണ് വന്നത്. ജാഗരണ പ്രാർത്ഥന സേവർക്കാൻ വട്ടാലച്ചന് വേണ്ടി മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാൻ രാത്രി ജാഗരണ പ്രാർത്ഥന നടത്താൻ ഒരു ക്രമീകരണം നമുക്കിവിടെ ഉണ്ട്. അതിനു വേണ്ടിയാണ് ഈ സഹോദരി മകനെ കൂട്ടി വന്നത്. ഇവിടെ എത്തി ഞാൻ ജാഗരണ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൻ്റണി അച്ഛൻ വന്ന് ഇവനെ കണ്ട് ഇവനെ പ്രാർത്ഥിച്ചു, തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: 33 വർഷം ബെത്സേദ കുളത്തിൽ തളർന്ന് കിടന്ന തളർവാദ രോഗി സുഖപ്പെടുത്തിയ യേശുവേ, ഈ മകനെ തൊട്ട് സൗഖ്യപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് ഇവിടുത്തെ ജോസ് ബ്രദർ വന്ന് ഇവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഈശോ നിങ്ങളെ സൗഖ്യമാക്കും, ഇവൻ്റെ കാലിലുള്ള ഈ കുഴിയിലൊക്കെ 3 ദിവസം കൊണ്ട് പുതിയ മാംസം വന്ന് നിറയ്ക്കും യേശു. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് രാവിലെ ഞാൻ അപ്പോൾ കാലൊക്കെ ഇത്രയുണ്ട് വീങ്ങി.
നീര് വന്ന് ഇത്രയുണ്ട്, കാലം നടക്കാനൊന്നും വയ്യ. ഞങ്ങൾ താങ്ങിയാണ് ഇവിടെ നിന്ന് വീണ്ടും വീട്ടിലെത്തിച്ചു. അന്ന് ഞാൻ വിട്ടു. അടുത്ത ദിവസം ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഒരു തുള്ളി പഴുപ്പില്ല, എല്ലാ പഴുപ്പും നിന്നുപോയി. അതിനുശേഷം ഞാൻ വേറെ ഒരു ക്യാൻസറിൽ ഒരു ഡോക്ടറെ അടുത്തും കാണിച്ചെന്നില്ല. ഞങ്ങൾ തന്നെ ഡ്രസ്സ് ചെയ്തു. ആ 3 ദിവസം കൊണ്ട് പുതിയ മാംസം മുളച്ചു വന്നു. അവിടെ 6 മാസമായാൽ ഇവനപ്പോൾ ഏപ്രിലിൽ കാലടിപെട്ട് വന്നു. ജൂലൈ ലാസ്റ്റ് ഓഗസ്റ്റിൽ എക്സാം. അത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ വന്ന് ഒരു 6 ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ കോളേജിൽ പോയി. കോളേജിലും പോയി എക്സാമും അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് BSc നഴ്സിംഗ് ആണ്. തിയേറ്ററിലൊക്കെ നിന്ന് കഴിയുമ്പോൾ കാല് വീണ്ടും ഇങ്ങനെ ഭയങ്കര നീര് വന്ന് ഇത്തിരി ഇൻഫെക്ഷനൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് ഈ ഏപ്രിലാണ് വന്ന് അവനൊട്ടും നീരില്ല. ഇപ്പം ഉച്ചയ്ക്ക് 3 മണി തുടങ്ങി രാത്രി 2 മണി വരെ തിയേറ്റർ കേസ് അറ്റൻഡ് ചെയ്താലും ഒട്ടും നീരുണ്ടായിരുന്നില്ല. ഈ സഹോദരി പറയുന്ന സാക്ഷ്യം കേൾക്കുമ്പോ അറിയാതെ നമ്മുടെ കണ്ണെന്നറിയുന്നുണ്ട് സഹോദരൻ. ഹല്ലേലൂയ. ചിന്തിച്ചു നോക്ക്, ആദ്യം കർത്താവ് ഒരു പ്രേരണ തന്ന് ഈ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ സൈകളിലേക്ക് പോകാൻ. അപ്പോൾ ലോകത്തിന്റെ ഭാഷയിൽ ചില കാര്യങ്ങൾ അതൊന്നും തടയപ്പെട്ട് പിന്നെ 2ാം പ്രാവശ്യം സഹോദരൻ ആരോടും പറഞ്ഞില്ല. ഉള്ളിൽ പരിശുദ്ധന്മാർ പ്രേരണ തന്ന് ആരോടും പറഞ്ഞില്ല. ഈ സഹോദരി പ്രാർത്ഥിച്ചു, ഇന്ന ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഹോസ്പിറ്റൽ സെഹിയോനാണ്, എൻ്റെ വൈദ്യൻ യേശുവാണ്. അങ്ങനെ ഈ സഹോദരി ഒരു ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ തീരുമാനം ഉണ്ടാക്കി ഹോസ്പിറ്റലിൽ നേരെ ഡിസ്ചാർജ് ചെയ്ത് ഇവിടെ വരുമ്പോൾ സ്ഥിതി കാല് മുഴുവൻ പഴുത്ത് എല്ല് മരയ്ക്കുന്ന അവസ്ഥ, ഞരമ്പില്ല, വേനില്ല, ഒന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ ബഹുമാനപ്പെട്ട ആന്റണി നെടുമ്പുറത്ത് അച്ഛൻ ഇവിടെ വെള്ളിയാഴ്ച ശുശ്രൂഷകൾക്ക് താമസിയാർത്ഥം സഹായിക്കുന്ന ചാനണി അച്ഛൻ ആഴ്ച തലയെ കൈവച്ച് പറഞ്ഞു 33 വർഷം കൊലക്കരക്കുന്ന തറവാതി രോഗം സുഖപ്പെടുത്തി കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അപ്പം തന്നെ സൗഖ്യത്തിന്റെ അഭിഷേകം തുറന്ന് രാത്രി ജാഗരണ പ്രാർത്ഥന നേർന്നിരിക്കുന്ന ജോസ് ബ്രദർ പ്രാർത്ഥിച്ചൊരു മെസ്സേജ് പറഞ്ഞ് 3 ദിവസത്തിനകം ഇതെല്ലാം നികക്കുമെന്ന് പറഞ്ഞ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ പ്രാർത്ഥിച്ചതുപോലെയും ജോസിയേട്ടൻ പറഞ്ഞതുപോലെയും 6ാം ദിവസം ഈ കുട്ടി സ്കൂളിൽ പോയി. 3ാം ദിവസം അസ്ഥികൾ മുഴുവൻ മാംസം വന്ന് മൂടി. ഹല്ലേലൂയാ. എത്രമാത്രം സന്തോഷമുള്ളേ തോന്നുന്നുണ്ടോ? അത്രയും സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ കൈ ഉയർത്തിയടിച്ച് ആരാധിക്കട്ടെ. ഞാൻ എൻ്റെ യേശുവിനെ പാടി സ്തുതിക്കും, അത്ഭുതം ചെയ്ത രാജാവിനെ ആഹ്ലാദത്തോടെ പാടി സ്തുതിക്കും. ഇന്നും ജീവിക്കുന്ന യേശുനാഥനെ, ഇന്നും ജീവിക്കുന്ന യേശുനാഥനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവഭക്തയായ ഈ അമ്മച്ചി നോക്ക്, ദൈവത്തെ മാത്രം ആശ്രയിച്ച് മുമ്പോട്ട് പോയി. ദൈവഭക്തരുടെ ജീവിതത്തിൽ നിന്ന് കർത്താവിൻ്റെ ഐശ്വര്യം ഒഴിയുന്നില്ല സഹോദരങ്ങളെ. കർത്താവിൻ്റെ ദാനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. വാഗ്ദാനം സത്യമാണ്. കർത്താവിന് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ദൈവഭക്തിയുടെ ആത്മാവ് കൊണ്ട് നമ്മുടെ ഹൃദയം നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവഭക്തി നിറയട്ടെ. വചനം കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ, കൂടെ പ്രാർത്ഥന നടത്താൻ, കുമ്പസാരിക്കാൻ, കൂദാശകൾ പങ്കുചേരാൻ ഭക്തിയുടെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നൽകട്ടെ. കാര്യങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥനകളോട് ചേർത്ത് പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധന്മാരുടെ കൂട്ടായ്മ പ്രാർത്ഥിക്കുകയാണ്. തിരുസഭയിൽ ഇന്നേവരെ അർപ്പിച്ച വിശുദ്ധ കുർബാനയുടെ യോഗത്തിനോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവഭക്തിയുടെ ആത്മാവിനെ ഇപ്പോൾ സമൂഹത്തിന് മേൽ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിപ്പിന്റെ ആത്മാവ് വർഷിക്കപ്പെടട്ടെ. ദൈവാരാധന ആത്മാവ് വർഷിക്കപ്പെടട്ടെ. വിശ്വാസത്തിന് ആത്മാവിനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവഭക്തിയുടെ ആത്മാവിനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നാളുകളായിട്ട് കഠിനമായി കർത്താവെ കൃപ നഷ്ടപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് കൃപയുടെ ചൈതന്യത്തെ പകരണമേ. പരിശുദ്ധാത്മാവിന് പകരണമേ. അഭിഷേകാഗ്നി അയക്കണമേ. ദൈവകൃപ അയക്കണമേ. ഓരോ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. ഓരോ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. ഓരോ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. അനുതാപത്തിന് ആത്മാവിനെ അയക്കണമേ. കൂട്ടായ്മയുടെ ആത്മാവിനെ അയക്കണമേ. തിരുസഭാ സ്നേഹത്തിന് ആത്മാവിനെ അയക്കണമേ. പ്രത്യാശയുടെ ആത്മാവിനെ അയക്കണമേ. ക്ഷമയുടെ ആത്മാവിനെ അയക്കണമേ. ദൈവത്തിന്റെ ആത്മാവിനെ അയക്കണമേ. ആരാധന, ആരാധന, ആരാധന. യേശുവ ആരാധന, ആരാധന. ഓരോ ദാസിദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദാസിദാസന്മാരെ ശല്യം ചെയ്തിരിക്കുന്ന സകലവിധ അന്ധകാരം വിട്ടുപോട്ടെ എന്ന് കൽപ്പിക്കുന്നു. അഗ്നി അഭിഷേകം നിറയട്ടെ. വിശുദ്ധി കൊണ്ട് കത്തട്ടെ. പ്രാർത്ഥന കൊണ്ട് ജ്വലിക്കട്ടെ.
ആത്മാവ് ജ്വലിക്കട്ടെ. ആരാധന 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 യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ അമ്മയോട് ചേർന്ന വചനത്തിൻ്റെ ഉൾപ്പൊരുൾ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യുദ്ധം അവസാനിപ്പിക്കാൻ യുദ്ധം തുടങ്ങുക. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുദ്ധങ്ങൾ അവസാനിച്ച് കാണണമെന്നുള്ളത് ഹൃദയത്തിൽ അല്പമെങ്കിലും ദൈവകൃപയുള്ള ഒരു വ്യക്തിയുടെ ആഗ്രഹമാണ്. അങ്ങനെ ഒരു ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ നീ ചെയ്യേണ്ട ഒരു കാര്യം, നീ യുദ്ധം ആരംഭിക്കണം. യുദ്ധം ആരംഭിക്കുന്നിടത്ത് യുദ്ധം അവസാനിക്കും. അതുകൊണ്ട് യുദ്ധം അവസാനിക്കാൻ യുദ്ധം ആരംഭിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുന്നൊരു വസ്തുതയാണ്, നമ്മൾ യുദ്ധം ചെയ്യണം. We are called to fight. യുദ്ധം ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. ചില വചനങ്ങൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. 144 സങ്കീർത്തനത്തിൽ അതിൻ്റെ 1 തിരുലിഖിതം, അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അതൊരു പ്രാർത്ഥനയാണ്. യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ദൈവജനത്തിന് യുദ്ധം ചെയ്യാൻ ദൈവം തന്നെ പ്രവാചകരിലൂടെയും ന്യായാധിപന്മാരുടെയും ജനനേതാക്കന്മാരിലൂടെയും പരിശീലനം കൊടുക്കുന്നതായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു പരിശീലനം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യുദ്ധം ചെയ്യാൻ വേണ്ട ആയുധങ്ങൾ സ്വർഗത്തിൽ നിന്ന് ദൈവം തൻ്റെ ദൈവജനത്തിന് കൊടുക്കുന്നതായിട്ടും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അത് നമ്മൾ വായിക്കുന്നത് മക്കബായരുടെ പുസ്തകത്തിലാണ്. 2 മക്കബായർ അതിൻ്റെ 15-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാം തിരുലിഖിതം, 2 മക്കബായർ 15:15. അവിടെ വധം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ജെറമിയ വലത് കരം നീട്ടി യൂദാസിന് ഒരു സുവർണ ഖണ്ഡം നൽകിക്കൊണ്ട് പറഞ്ഞു, ഈ വിശുദ്ധ ഖണ്ഡം സ്വീകരിക്കുക, ദൈവത്തിൽ നിന്നുള്ള സമ്മാനമാണിത്, ഇതുകൊണ്ട് നീ എതിരാളികളെ നിഗ്രഹിക്കും. അതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ്? യഹൂദ ജനതയ്ക്കെതിരെ ഒരുപാട് തരത്തിലുള്ള ആക്രമണങ്ങൾ അഴിഞ്ഞാടിക്കൊണ്ടിരുന്നൊരു സമയത്ത്, ആ സമയത്ത് ജനനേതാവായ യൂദാസ് അങ്ങനെ എല്ലാവരും കൂടി ദൈവത്തിന് സഹായം ചോദിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഓനിയാസ് എന്ന് പറയുന്ന വ്യക്തി ദൈവത്തോട് ചങ്ക് പറഞ്ഞൊരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ അവർ ഒരു ദർശനത്തിൽ ഒരു സംഗതി കാണുകയാണ്. അതിങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: വളരെ നരചൂടിയ അന്തസുറ്റ പ്രൗഢിയും ആജ്ഞാശക്തിയും തികഞ്ഞ ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഓനിയാസ് പറഞ്ഞു, സഹോദരരെ സ്നേഹിക്കുകയും ജനത്തിനും നഗരത്തിനും വേണ്ടി ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ ദൈവത്തിന്റെ പ്രവാചകനായ ജെറമിയാണിത്. എന്നിട്ടോ ജെറമിയ ഒരു സുവർണ ഖണ്ഡം, ഒരു വാൾ, ഖണ്ഡം എന്ന് പറഞ്ഞ വാൾ, ഒരു സ്വർണ്ണ നിറമുള്ള വാള് യൂദാസിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഈ വിശുദ്ധ ഖണ്ഡം നീ സ്വീകരിക്കുക. എന്നിട്ട് പറഞ്ഞു, ദൈവത്തിൽ നിന്നുള്ള സമ്മാനമാണിത്, യു ഹാവ് ടു റിസീവ് ഇറ്റ്. എന്നിട്ട് പറഞ്ഞിങ്ങനെയാണ്, ഇതുകൊണ്ട് നീ എതിരാളികളെ നിഗ്രഹിക്കുക. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. അപ്പൊ യുദ്ധം ചെയ്യാൻ പരിശീലിപ്പിക്കുന്ന ദൈവം, യുദ്ധം ചെയ്യാൻ വേണ്ട വാള് ദൈവജനത്തിന് കൊടുക്കുന്ന ദൈവം. വീണ്ടും പഴയ നിയമത്തിൽ യുദ്ധം ചെയ്യാൻ പുറപ്പെടുക, പരിശീലനം കൊടുത്ത് ആയുധം കൊടുത്ത് പുറപ്പെടുക എന്ന് പറഞ്ഞൊരു ദൈവം ബൈബിളിലുണ്ട്. വേർ ഡു വി സീ ദാറ്റ്? നമ്മൾ എവിടെയാണ് കാണുന്നത്? അത് നമ്മൾ കാണുന്നത് ജോയൽ പ്രവചനത്തിലാണ്. ജോയൽ പ്രവചനത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 9-ഉം 10-ഉം തിരുലിഖിതങ്ങൾ, അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ജനതകളുടെ ഇടയിൽ വിളംബരം ചെയ്യുവിൻ, യുദ്ധത്തിന് ഒരുങ്ങുവിൻ,
ശക്തന്മാരെ ഉണർത്തുവിൻ, സകല യോദ്ധാക്കളും ഒരുമിച്ച് ചേർന്ന് മുന്നേറട്ടെ. നിങ്ങളുടെ കൊഴു വാളായും വാക്കത്തി കുന്തമായും രൂപാന്തരപ്പെടുത്തുവിൻ. താൻ ഒരു യോദ്ധാവാണെന്ന് ദുർബലൻ പറയട്ടെ. ദൈവജനത്തോട് യുദ്ധത്തിന് പുറപ്പെടാൻ കർത്താവ് പ്രവാചകരിലൂടെ വെളിപ്പെടുത്തുകയാണ്. സകല യോദ്ധാക്കൾ ഒരുമിച്ച് ചേരട്ടെ, യുദ്ധത്തിന് ഒരുക്കുവിൻ, ശക്തന്മാരെ ഉണർത്തുവിൻ. എന്നിട്ട് പറയാണ്, ഇപ്പം നിങ്ങളെ ഒരു കൊഴുവാണുള്ളതെങ്കിൽ അത് വട്ടാൻ പറ്റുന്ന നല്ല വാക്കത്തിയായിട്ട് രൂപാന്തരപ്പെടുത്തുവിൻ. വീണ്ടും അതിനെ പഠിപ്പിക്കുകയാണ്, ഇപ്പം നിങ്ങൾക്കൊരു വാക്കത്തിയാണെങ്കിൽ അതൊരു കുന്തമായി രൂപാന്തരപ്പെടുത്തുവിൻ. താനൊരു യോദ്ധാവാണെന്ന് ഏറ്റവും ദുർബലൻ പോലും പറയട്ടെ എന്ന് വചനം പഠിപ്പിക്കുകയാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നമ്മൾ പുതിയ നിയമത്തിൽ ചില വചനങ്ങൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരുന്നെങ്കിൽ, ദേശങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരുന്നെങ്കിൽ, അതേ യുദ്ധത്തെക്കുറിച്ചുള്ള ചിന്ത പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആ യുദ്ധം രാജ്യങ്ങളും തമ്മിലല്ല, ദേശങ്ങളും തമ്മിലല്ല, രാഷ്ട്രങ്ങളും തമ്മിലല്ല, ഭൂഖണ്ഡങ്ങളും തമ്മിലല്ല, ജാതികൾ തമ്മിലല്ല. ആ യുദ്ധമെന്ന് പറയുന്നത് നിത്യശത്രുമായ സാത്താനുമെതിരായിട്ടുള്ള യുദ്ധമാണ്. നിന്റെ ശത്രു സാത്താനാണ്, നിന്റെ ശത്രു പിശാചാണ്. അവിടെയും യുദ്ധത്തിന് ഒരുങ്ങാനും തയ്യാറെടുക്കാനും ആയുധം സ്വീകരിക്കാനും ഈ പറഞ്ഞ 3 കാര്യങ്ങൾ തന്നെ കർത്താവ് പൗലോസ്ലീഹ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ എവിടെയാണ് വായിക്കേണ്ടത്? അത് നമ്മൾ വായിക്കേണ്ടത് എഫേസ്യ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിലാണ്. 6-ാമത്തെ അധ്യായത്തിന്റെ 10 മുതൽ 17 വരെയുള്ള തിരുലിഖിതങ്ങൾ. അവിടെ വചനം വെളിപ്പെടുത്തി എങ്ങനെയാണ്? സാത്താന്റെ കുടില തന്ത്രങ്ങളെ ചെതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. അപ്പൊ നോക്ക്, പഴയ നിയമത്തിൽ ആയുധങ്ങൾ ധരിക്കാൻ പറഞ്ഞതുപോലെ പുതിയ നിയമത്തിൽ ആയുധങ്ങൾ ധരിക്കാൻ പറയുകയാണ്. എന്നിട്ട് പറയാണ്, എന്തെന്നാൽ നമ്മൾ മാംസത്തിനും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരെയുമാണ് പടവെട്ടിക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് അവിടെ പരിച കവചങ്ങൾ, നീതിയുടെ കവചം, പടത്തൊപ്പി എല്ലാം ധരിക്കാൻ പറഞ്ഞിട്ട് അതിന്റെ 17-ാമത്തെ ഭാഗത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്: രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുകയും ചെയ്യുവിൻ. എന്ന് പറഞ്ഞാൽ ജെറമിയ യൂദാസിന് സ്വർണ്ണകണ്ഠം കൊടുത്തതുപോലെ പൗലോസ്ലീഹ പറയാണ്, നീ ദൈവവചനമാകുന്ന നിന്റെ ആത്മാവിന്റെ വാളെടുത്ത് പൊരുതുക. ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുത്ത് നീ പടവെട്ടുക, നീ പൊരുതുക. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നമ്മൾ ഗൗരവബുദ്ധിയാ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ ദൈവവചനമാകുന്ന വാളെടുത്ത് പൊരുതാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യത്തിൽ വ്യത്യാസം സംഭവിക്കാൻ തുടങ്ങും. അത് നമ്മൾ വായിക്കുന്നത് യേശയ്യാ പ്രവചനം 2-ാമത്തെ അധ്യായത്തിലാണ്. 2-ാമത്തെ അധ്യായത്തിന്റെ 2 മുതൽ 5 വരെയുള്ള തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവസാന നാളുകളിൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും. എല്ലാ ജനതകളും അതിലേക്ക് ഒഴുകും. അനേകം ജനതകൾ പറയും, വരുവിൻ, നമുക്ക് കർത്താവിന്റെ ഗിരിയിലേക്ക്, യാക്കോബിന്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ പഠിപ്പിക്കും, ആ പാതകളിൽ നാം ചരിക്കും. കർത്താവിന്റെ നിയമം സിയോൻ നിന്ന് പുറപ്പെടുകയും അവിടുത്തെ വചനം ജെറുസലേമിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെല്ലുന്ന സ്ഥലത്ത് ചെന്നിട്ട്, അതിന്റെ ഇടവക ദേവാലയമായിക്കോട്ടെ, അത് ധ്യാന കേന്ദ്രമായിക്കോട്ടെ, എവിടുന്ന് ദൈവവചനം പുറപ്പെടുന്നു അവിടേക്ക് ചെന്നിട്ട് നീ അവിടുന്ന് ധാരാളങ്ങൾ വചനം കേൾക്കും. അവിടുന്ന് ധാരാളം വചനം പുറപ്പെടും. വചനമാകുന്ന വാൾ കൊണ്ട്, വചനമാകുന്ന ഖണ്ഡം കൊണ്ട് തെരുതെരെ വെട്ടിമുറിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസത്തെ കുറിച്ച് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ 4-ാമത്തെ തിരുലിഖിതത്തിൽ ഇതാണ് പ്രധാനപ്പെട്ട വചനം: അവിടുന്ന് ജനതകളുടെ മധ്യത്തിൽ വിധികർത്താവായിരിക്കും. ജനപദങ്ങളുടെ തർക്കങ്ങൾ അവസാനിക്കും. അവരുടെ വാൾ കൊഴുവും അവരുടെ കുന്തം വാക്കത്തിയുമായി അടിച്ചു രൂപപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ വായിച്ചു കേട്ടത് ഇങ്ങനെയായിരുന്നു: കൊഴു വാളായും നിങ്ങളുടെ വാക്കത്തി കുന്തമായി രൂപാന്തരപ്പെടുത്തുവിൻ. എന്നാൽ വചനം കേട്ട് കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം അതാണ്: അവരുടെ വാൾ നേരെ തിരിച്ച് കൊഴുവായിട്ട് മാറും. പിന്നെയോ അവരുടെ കുന്തം വാക്കത്തിയായിട്ട് അടിച്ച് രൂപാന്തരപ്പെടുത്തും. ജനതകളുടെ ഇടയിലെ തർക്കങ്ങൾ അവസാനിക്കും, ജനതകളുടെ യുദ്ധങ്ങൾ അവസാനിക്കും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇന്ന് യുദ്ധങ്ങൾ അവസാനിക്കണമെങ്കിൽ, തർക്കങ്ങൾ അവസാനിക്കണമെങ്കിൽ, പടവെട്ട് അവസാനിക്കണമെങ്കിൽ നീ വചനമാകുന്ന വാളെടുത്ത് യുദ്ധം തുടങ്ങണം. നീ യുദ്ധം തുടങ്ങിയാൽ ഒരു യുദ്ധം അവസാനിക്കും സഹോദരങ്ങളെ.
ഇത് ഒറ്റപ്പെട്ടൊരു വചനമല്ല. ദൈവവചനം പ്രഘോഷിക്കുന്ന സ്ഥലത്തെല്ലാം യുദ്ധങ്ങൾ അവസാനിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു വെളിപ്പെടുത്തലാണ്. വീണ്ടും നമ്മളത് കാണുന്നുണ്ട്. വീണ്ടും നമ്മൾ കാണുന്നത് മിക്ക പ്രവചനത്തിലാണ്. മിക്ക പ്രവചനത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള തിരുലിഖിതങ്ങൾ അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് യാക്കോബന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം. അവിടെ തന്റെ മാർഗങ്ങൾ നമ്മളെ പഠിപ്പിക്കും. അവിടെ നമ്മുടെ വഴികളിലൂടെ നടക്കാമെന്ന് പറഞ്ഞു അനേക ജനതകൾ വരും. സിയോനിൽ നിന്ന് നിയമവും ജെറുസലേമിൽ നിന്ന് കർത്താവിന്റെ വചനവും പുറപ്പെടും. അപ്പോൾ വിദൂരസ്ഥരായ പ്രബല രാജ്യങ്ങൾക്ക് അവിടുന്ന് വിധിയാളനായിരിക്കും. അവർ തങ്ങളുടെ വാളുകൾ കൊഴുവായും കുന്തങ്ങൾ വാക്കത്തിയായി രൂപാന്തരപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ജനം ജനത്തിനെതിരെ വാൾ ഉയർത്തുകയില്ല. വചനം പഠിപ്പിക്കുക, ജനം ജനത്തിനെതിരെ വാൾ ഉയർത്തുകയില്ല. അവർ മേലിൽ യുദ്ധം അഭ്യസിക്കുകയില്ല. ഉറക്കെ പറയാം ഹല്ലേലൂയ. അപ്പോ വചനമാകുന്ന വാളെടുത്ത് വെട്ടുമ്പോൾ സംഭവിക്കുന്ന കാര്യം യുദ്ധം അഭ്യസിക്കുകയല്ല, പരിധികൾ ഉയരുകയല്ല, രാജ്യം രാജ്യത്തിനെതിരെ വരികയല്ല, ജനം ജനത്തിനെതിരെ തിരികെയെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ഒരു വെളിപ്പെടുത്തൽ നൽകിയിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിന്റെ 52 മുതൽ വാക്യങ്ങളിൽ ഒരു കാര്യം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഭിന്നിച്ചിരിക്കുന്ന 5 പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും. 3 പേർ 2 പേർക്കെതിരായും 2 പേർ 3 പേർക്കെതിരായും ഭിന്നിച്ചിരിക്കും. പിതാവ് പുത്രനും പുത്രൻ പിതാവിനുമെതിരായും അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കുമെതിരായും അമ്മായിമ്മ മരുമകൾക്കും മരുമകൾ അമ്മായിമ്മയ്ക്കുമെതിരായി ഭിന്നിക്കും. ഇങ്ങനെയുള്ള ഭിന്നത ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ദൈവവചനമാകുന്ന വാളെടുത്ത് വെട്ടുമ്പോൾ ഈ ഭിന്നിച്ചിരിക്കുന്നവർക്ക് രൂപാന്തരങ്ങൾ സംഭവിക്കും. വാള് കൊഴുവായും കുന്തവാക്കതിയായിട്ട് രൂപാന്തരപ്പെടുമെന്ന് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുക. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ധ്യാനം കൂടുമ്പോൾ ഭിന്നത മാറണത്? എന്തുകൊണ്ടാണ് ധ്യാനം കൂടുമ്പോൾ ഡൈവേഴ്സ് മാറണത്? എന്തുകൊണ്ടാണ് ധ്യാനം കൂടുമ്പോൾ അമ്മായിമ്മയ്ക്കും മക്കൾക്കും തമ്മിൽ അനുസരണ വിധേയത്വ കൂട്ടായ്മ ഉണ്ടാകണത്? ഒരു യുദ്ധം തുടങ്ങുന്നിടത്തിന് മറ്റൊരു യുദ്ധം അവസാനിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം, ജാതികൾ തമ്മിലുള്ള യുദ്ധം, വീട്ടുകാർ തമ്മിലുള്ള യുദ്ധം, അയൽവാസികൾ തമ്മിലുള്ള യുദ്ധം, ഇത് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ നീ ഒരു യുദ്ധം ആരംഭിക്കണം. വചനമാകുന്ന വാളെടുത്തുള്ള യുദ്ധം ആരംഭിക്കുന്നിടത്ത് ഇന്ന് കാണുന്ന യുദ്ധം അവസാനിക്കും. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ സഹോദരങ്ങൾ പറഞ്ഞത്, ഒരു സ്ഥലത്ത് നിന്റെ കൊഴു വാളായിട്ടും നിന്റെ വാക്കത്തെ കുന്തമായിട്ട് രൂപാന്തരപ്പെടുത്താൻ പറഞ്ഞിട്ട് മറുസ്ഥലത്ത് വചനമാകുന്ന വാൾ ഉപയോഗിക്കുമ്പോൾ നിന്റെ വാള് വീണ്ടും കൊഴുവായും നിന്റെ കുന്തം വീണ്ടും വാക്കത്തിയായിട്ട് രൂപാന്തരപ്പെടുമെന്ന് തിരിച്ചു രേഖപ്പെടുത്തിയിരിക്കുകയാണ് സഹോദരങ്ങളെ. ഹല്ലേലൂയ. അതുകൊണ്ട് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന യുദ്ധത്തിനുള്ളൊരു മറുപടിയാണ് പുതിയ നിയമത്തിൽ പൗലോസ് വചനമാകുന്ന വാള്, സ്വർഗ്ഗത്തിലുള്ള സ്വർണം കൊണ്ടുള്ള കണ്ണം ദൈവവചനമാകുന്ന വാള്. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രാർത്ഥിച്ചവർക്കെല്ലാം കർത്താവ് യുദ്ധം ചെയ്യാനും പടപൊരുതാനുള്ള പരിശീലനം നൽകി. പരിശീലനം നൽകുന്ന ദൈവം, ആയുധം നൽകുന്ന ദൈവം, യുദ്ധത്തിന് പറഞ്ഞയക്കുന്നവന് ദൈവം. ദുർബലന് പറയണം ഞാൻ യോദ്ധാവാണെന്ന്. നീ വചനത്തിൻ്റെ യോദ്ധാവാണ്. വചനം പ്രഘോഷിക്കാൻ ഒരു പരിശീലനം നിനക്ക് വേണം. വചനമാകുന്ന ആയുധം ദൈവം നിനക്ക് തരണം. ആ വചനമാകുന്ന ആയുധം നീ എടുത്ത് ഉപയോഗിക്കണം. എങ്കിലേ യുദ്ധങ്ങൾ അവസാനിക്കുകയുള്ളൂ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓ കർത്താവേ, ഇപ്പോൾ ചങ്ക തുറന്ന വചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി, വചനത്തിന്റെ പരിശീലനത്തിന് വേണ്ടി, വചനം കൊണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി ആരൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ മേലെല്ലാം കർത്താവിന്റെ അഗ്നി അഭിഷേകപ്പെടുത്തി അവരിക്കട്ടെ. വചനം പഠിക്കാനും വചനം ഓർത്തിരിക്കാനും വചനം പ്രഘോഷിക്കാനും വചനമാകുന്ന വാൾ ഉപയോഗിക്കാനും ഇവരെ തടസ്സപ്പെടുന്ന സകല അന്ധകാരപ്പെടും യേശു നാമത്തിൽ വിട്ടുപോട്ടെ എന്ന് കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വചനമാകുന്ന ആത്മാവിന്റെ വാൾ ഇപ്പോൾ ഇവരുടെ ഹൃദയത്തിലും ഇവരുടെ കൈകളിലും ഇവരുടെ നാവുകളിലും ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. യുദ്ധം തുടരുക, യുദ്ധം അവസാനിക്കട്ടെ. ഹല്ലേലൂയ, മറനാഥാ. Come, Lord Jesus.
കാരുണ്യമേ, എൻ വഴിത്താരയിൽ ദീപമായി മാറാൻ നീ വരേണമേ. എന്നിൽ നീ വന്നു വാഴേണമേ. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നീ വളരണം, ഞാൻ കുറയണം. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നീ വളരണം, ഞാൻ കുറയണം. കർത്താവായ ദൈവമേ, അവിടുത്തെ മുൻപിൽ അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് കാണണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അവിടുന്ന് വെളിപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങളെല്ലാം ഹൃദയത്തിൽ സ്വീകരിച്ച് തിന്മയ്ക്കെതിരെ പടപരുതി വിജയം വരിക്കാൻ ഒരു അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ അവിടുന്ന് വചനം പറഞ്ഞപ്പോൾ സാത്താൻ വിട്ടുപോയെന്ന് വചനമുണ്ടല്ലോ കർത്താവ്. അവിടുന്ന് അവനെ വചനം കൊണ്ട് പുറത്താക്കിയെന്ന് വചനമുണ്ടല്ലോ കർത്താവ്. ഓ ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ വചനം നിറയ്ക്കാനുള്ളൊരു അഭിഷേകം ഞങ്ങൾക്ക് തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വചനം പഠിക്കുന്നതിന് ഓർമ്മിക്കുന്നത് ഞങ്ങളെ തടസ്സം എല്ലാ അന്ധകാരങ്ങളിൽ നിന്ന് ശാസിച്ച് വിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ രണ്ട് കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി ഹൃദയം തുറന്ന് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, വചനം കേൾക്കുമ്പോൾ ഉറക്കം, ക്ഷീണം, മന്ദത, മടുപ്പ്, എല്ലാ വിധത്തിലുള്ള തടസ്സങ്ങൾ പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ വ്യക്തികൾ വിട്ടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവെ, വചന ശുശ്രൂഷകളെ മല്ലടിക്കുന്ന കുടുംബങ്ങളെ ഇപ്പോൾ അവിടുന്ന് വിട്ടുവയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് അവരെ വചനം വെച്ച് വിട്ടുവെച്ചത് വചനത്തിൻ്റെ ശക്തിയപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഓ കർത്താവെ, കരങ്ങൾ ഉയർത്തി തകർന്നു കിടന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും കടബാധ്യതകൾ, രോഗപീഠകൾ, പൈശാചിക പീഠകൾ, ശല്യങ്ങൾ, ഉപദ്രവങ്ങൾ, തടസ്സങ്ങൾ ഇപ്പോൾ അവിടുന്ന് ആശീർവദിച്ച് വിട്ടുവയ്ക്കണമേ. ആരാധന, 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 യേശുവേ ആരാധന, യേശുവേ ആരാധന. സ്നേഹമേ, സ്നേഹരൂപനേ, നീ വളരണം, ഞാൻ കുറയണം. സ്നേഹമേ, പാവനാത്മനേ, നീ വളരണം, ഞാൻ കുറയണം. ഹല്ലേലൂയ, മാറാനാഥാ. Come, Lord Jesus. ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി. ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി.